പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ വെറ്റിനറി സർവകലാശാല VC-ക്ക് സസ്പെൻഷൻ. ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തത്. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കും. ക്യാമ്പസിൽ SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടുണ്ടെന്ന ഗുരുതര ആരോപണവും ഗവർണർ ഉന്നയിച്ചു. After this boy lost his life, it was the duty of the university to report the matter to the chancellor. Even that, they did it. I am not saying they did not do it. They did it only yesterday. So therefore, we have already decided to suspend the vice chancellor and order an inquiry. That SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, അസാധാരണമായ ഒരു നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിക്രൂരമായ ഒരു ആക്രമണം, അതിനുശേഷം ഉണ്ടാകുന്ന മരണം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണോ ഈ നടപടി? പ്രത്യേകിച്ച് ഗവർണർ ചാൻസലറുടെ റിപ്പോർട്ടിന്റെ പുറത്തൊക്കെ, വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിന്റെ പുറത്തൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെയൊക്കെ നടപടിയെടുക്കുന്ന കീഴ്വഴക്കം മുമ്പുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ലോ. വൈസ് ചാൻസലറെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ഗവർണർ കടന്നത് എന്തുകൊണ്ട്? തുടർ നിയമ നടപടികൾ, അത് ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള ഗവർണറുടെ ആലോചനകൾ, നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ, അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടൊരു നീക്കത്തിലേക്കാണ് ഇന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുകയും മാതാപിതാക്കളോട് സംസാരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ചാൻസലർ എന്ന നിലയിൽ തനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും മാതാപിതാക്കൾക്ക് നൽകിയിരുന്നു. ശേഷം രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തി. VC-യുടെ റിപ്പോർട്ട് അടക്കമുള്ള, വെറ്റിനറി VC-യുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ രാജ്ഭവൻ കൃത്യമായി പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ റിപ്പോർട്ടിലടക്കം പോസ്റ്റ്മോർട്ടം നടന്ന 19 നിന്നും സർവകലാശാല ഇടപെടൽ ഉണ്ടാകുന്ന ആന്റി റാഗിംഗ് സെല്ലടക്കമുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തുന്ന സമയം അതിലടക്കം വീഴ്ച സംഭവിച്ചു. ഗുരുതരമായ വീഴ്ച സർവകലാശാല അധികൃതർക്ക് സംഭവിച്ചു. മാത്രവുമല്ല, നിരന്തരം റാഗിംഗ് പരാതി അടക്കം ഉയർന്നിട്ടും ഏതെങ്കിലും തരത്തിൽ നടപടികളിലേക്ക് കടക്കാനോ ഇടപെടാനോ വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം ശ്രമിച്ചില്ല. അതായത് MR ശശീന്ദ്രനാഥ് ശ്രമിച്ചില്ല എന്നുള്ള ആക്ഷേപമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറ്റിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രവുമല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെന്നും ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഏതായാലും ആ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ് ചാൻസലർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് റാഗിംഗ് അല്ല, കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് വ്യക്തമാക്കുന്നു. സർവകലാശാല അധികൃതർ ഇക്കാര്യം അറിയാതെ പോയത് വലിയ ഗൗരവമുള്ള വീഴ്ചയാണ്. കോളേജ് ഹോസ്റ്റലുകൾ SFI അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളായി മാറ്റുന്നു. മാത്രമല്ല, അതിന് സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുന്നു എന്നടക്കമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനം അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം ഇന്ന് ഈ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിന്റെ വിശദീകരണവും നമ്മൾ കേട്ടതാണ്. അതായത് ഡീനിനെതിരെ അടക്കം നടപടിക്കൊരുങ്ങുന്നതിനിടെയാണ് തനിക്കെതിരെ ഇങ്ങനൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഇക്കാര്യത്തിൽ ചാൻസലറുടെ നടപടി ഒരു പ്രത്യേക ശ്രദ്ധ കൂടി ആകർഷിക്കുന്നത് നമുക്കറിയാം. ഈ സർവകലാശാല ഭേദഗതി ബിൽ, ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ അടക്കം 3 ബില്ലുകൾ രാഷ്ട്രപതി മടക്കി അയച്ചിരുന്നു. ഇതടക്കമുള്ള സാഹചര്യമുള്ള പശ്ചാത്തലത്തിൽ തനിക്ക് അത്തരം കാര്യങ്ങൾ, അതല്ലെങ്കിൽ ജനകീയമായി ചില ഇടപെടൽ വേണ്ട വിഷയങ്ങളിൽ തനിക്ക് തന്റെ അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ട് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഗവർണർ നൽകുന്ന സൂചന ഈ VC സെർച്ച് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടലുമായി രാജ്ഭവൻ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. അതേസമയം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ചാൻസലറുടെ ഈ നടപടിയെക്കുറിച്ച് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഗവർണറെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൂടാതെ ഡീനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന ചോദ്യം കൂടി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് വയനാട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ചിലത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഗോകുൽ, ഷഫീദ്, ഇന്ന് ഈ സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു, ഇനി ഈ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണം തൃപ്തികരമാണ്, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷയുണ്ട്, അപ്പോഴും പ്രതികൾ കീഴടങ്ങുന്നതിൽ ഉൾപ്പെടെ അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് CPM നേതാക്കളുടെയൊക്കെ പിന്തുണയും നിർദ്ദേശവും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട്. ഒപ്പം ഈ സിദ്ധാർത്ഥിന്റെ വീടിന്റെ മുന്നിൽ ഒരു ഫ്ലെക്സ് പോരാട്ടം തന്നെ നടന്നല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്താണ് കുടുംബത്തിന്റെ ഇതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം?
വലിയ വിവാദമായൊരു ഫ്ലെക്സ് ബോർഡായിരുന്നു അതുമായി ബന്ധപ്പെട്ട് SFIയുടെ പേരിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ അതിനെതിരെ സിദ്ധാർത്ഥിന്റെ പിതാവടക്കം രംഗത്തെത്തി. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള വിമർശനം അത് SFIക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഫ്ലെക്സ് അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. ബന്ധുക്കളുടെ അടക്കം വലിയ തരത്തിലുള്ള കുറ്റപ്പെടുത്തലും വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇത് വെച്ച ഉടൻ തന്നെ പിതാവിന്റെ പ്രതികരണം അത് വളരെ രൂക്ഷമായ പ്രതികരണമാണ്, വൈകാരികമായ പ്രതികരണമായിരുന്നു. കൂടാതെ ഇതിൽ SFI നേതാക്കളടക്കം നേരിട്ട് പങ്കെടുത്തു, അല്ലെങ്കിൽ SFI ചുമതലയുള്ള ആളുകളടക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് കീഴടങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ചിലരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു, ചില സ്വാധീനങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപം കുടുംബം സജീവമായി ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷേ നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനം അതല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ സിദ്ധാർത്ഥിന്റെ പിതാവ് തയ്യാറെടുക്കുന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വരിക തന്നെ ചെയ്യും. ഗോകുൽ. ശരി ഷഫീദ, ഏതായാലും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു നിർണായകമായ ഇടപെടലുണ്ടാകുന്നു. പ്രത്യേകിച്ച് സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് അത്. വെറ്റിനറി സർവകലാശാല VC സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ സാധ്യത തേടുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ അത്തരത്തിലൊരു ഇടപെടലാണ് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.